എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈസി ആയിട്ടുള്ളൊരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിലക്കടല യൂസ് ചെയ്തിട്ട് തേങ്ങ ചേർക്കാതെ ഈസി ആയിട്ടൊരു ചട്നി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1/2 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. ഇത് വറുക്കാത്ത നിലക്കടലയാണ്, പച്ചയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വറുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് എണ്ണ ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നിലക്കടലയുടെ ആ ഒരു കളറൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ മാറി വരും. ഇതിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ റോസ്റ്റായി വരുന്നതിൻ്റെ ആ ഒരു പാകം എത്തുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മുടെ നിലക്കടല ഇതൊന്ന് തണുക്കാൻ, അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നിലക്കടല ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാകം അറിയാമല്ലോ. ആ പാകം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തനിയെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത്, അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഒരു 1/4 സ്പൂണ് ജീരകം ചേർക്കുക. പിന്നെ ചേർക്കുന്നത് 1 സ്പൂണ് ഉഴുന്നും പരിപ്പ്, അതിന് ശേഷം ഒരു 3-4 അല്ലി വെളുത്തുള്ളി. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതും നന്നായിട്ട് വഴണ്ട് വരണം. പിന്നെ ഒരു ചെറിയ ഒരു നമ്മുടെ ഈ അരിനെല്ലിക്ക സൈസിൽ പുളിയും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ആ ചെറിയ ഉള്ളിയുടെ ആ ഒരു കളറൊക്കെ മാറി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ ആ ഒരു പാകം വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. അപ്പോൾ ഇപ്പോഴും തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഒരു പകുതി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് വറ്റൽമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അധികം ചേർത്തിട്ടില്ല, ഒരു 4-5 എണ്ണയ്ക്ക് ഞാൻ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടിയെ കുറയ്ക്കുകയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ എരിവിൻ്റെ ആ ഒരു അളവ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ ഇതെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് തനിയെ ഒന്ന് മാറ്റി വയ്ക്കുക, കാരണം ഇതൊന്ന് ചൂട് ആറണം. ഇപ്പോൾ അതേ നമ്മുടെ നിലക്കടല നമ്മൾ വറുത്തത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഇവിടെ വഴറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയുടെ ആ ഒരു മിക്സ് അതും ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം, കാരണം നമ്മൾ വഴറ്റുമ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ആ ഒരു ചട്നിയുടെ ആ ഒരു പാകത്തിന് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ചട്നിയാണ്, നല്ല ഫൈനായിട്ട് തന്നെ അരച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകമാണ്, നമുക്ക് ക്ലിയർ ആയിട്ട് കണ്ടാൽ അറിയാം നമ്മുടെ ചമ്മന്തിയിലൊക്കെ ആ ഒരു പരുവം. ഇനി ഇതൊന്ന് നമുക്ക് വറുത്തിടാം. അപ്പോൾ ഈ ചട്നി ഇതൊരു വറുത്ത് ഇടുന്നതോടുകൂടി നമ്മുടെ നിലക്കടല ചട്നിയുടെ റെസിപ്പി കംപ്ലീറ്റ് ആയി. ഇനി വറുത്തിടുക. അപ്പോൾ ഇതാണ് നമ്മുടെ നിലക്കടല ചട്നി. തേങ്ങയൊന്നും ചേർക്കാതെ ഈസി ആയിട്ടുള്ളൊരു ചട്നിയാണ്. അത് ഇഡ്ഡലിയുടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.